നമസ്കാരം. സമരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ലോ, സഹായിക്കാനൊന്നുമല്ലോ. ഭരണവും അതുപോലെ തന്നെയാണ്. ഓരോ സമരക്കാരും കണ്ടെത്തുന്ന വിഷയങ്ങളും സെൻസിറ്റീവാണ്. തൊഴിലുറപ്പ്, പാവങ്ങൾ സഹതാപം കിട്ടാൻ വേണ്ടിയിട്ട്, ആശാ വർക്കേഴ്സ് പാവങ്ങൾ സഹതാപം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആക്ച്വലി അവരോടൊക്കെ വല്ല സിൻസിയറിറ്റി ഉണ്ടോ ഈ സമരം ചെയ്യുന്നവരോടൊന്ന് ഞാൻ ചോദിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്. ഞാൻ സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് റിട്ടയർഡായ ഒരാളാണ്. എനിക്കറിയാം ഇവർക്കൊക്കെ ഈ പാവങ്ങളോട് എന്തുമാത്രം സഹതാപം ഉണ്ടെന്ന് ഞാൻ നേരിട്ട് അറിയുന്ന ആളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ദിവസം നഷ്ടപ്പെടുത്തരുതേ. വിഷയം പരിഹരിക്കാനായിട്ട് ഈ വാഗ്ദാനം ചെയ്ത് കയറുന്നവരൊക്കെ വാഗ്ദാനങ്ങൾ പകുതിയെങ്കിലും പാലിക്കാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഞാനൊരു പാവം പൗരനാണ്. മുൻപത്തെ പോലെ അല്ല കേട്ടോ. ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ ഈ പണിമുടക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ കാലാകാലങ്ങളിൽ നടത്തുന്ന ഇത്തരം കോപ്രായങ്ങൾക്കെതിരെ നല്ല ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ഈ സ്ത്രീ പറഞ്ഞപ്പോൾ, അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ ഏവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. വളരെ പക്വമായി സംസാരിച്ച ആ സ്ത്രീ സർക്കാർ സർവീസിലൊക്കെ തന്നെ ജോലിയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതിൻ്റെ ആ പക്വതയും ആ മാന്യതയും എല്ലാം അവരുടെ പ്രതികരണത്തിലുണ്ട്. എന്നാൽ സാധാരണക്കാരിൽപ്പെട്ട ചില ആളുകളുണ്ട്, അവരുടെ പ്രതികരണം കുറച്ചുകൂടി രൂക്ഷമായിരിക്കും. അതുകൂടി ഒന്ന് കണ്ടുപോക്കാം. നാട്ടിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളെന്താ ചെയ്യും? നിങ്ങൾ പോയി പണി നോക്കാൻ ഞാൻ വരാം. നമ്മൾ ഈ നാട്ടിൽ നിങ്ങളെന്താ ചെയ്യും? പോയി പണി നോക്കണം. അതൊന്ന് പോണാർന്നു ഇന്നില്ലേ? എന്താ അത്? ഞാൻ നിങ്ങളോടൊന്നും മിണ്ടിയില്ലല്ലോ. ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. നീ എന്താ ഡോർ തുറക്കണേ? ആ പിന്നെന്താ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളടുത്ത്. നിങ്ങൾ കൈ കാണിച്ച് ഞാൻ നിർത്തിയല്ലോ. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ പിന്നെന്താണ്? ഞാൻ നിങ്ങളോട് എന്തേ പറഞ്ഞു? ചിലക്കെന്താന്ന് പറയാൻ നിങ്ങൾക്ക് മാത്രം ചലിച്ചാൽ മതിയോ? അതാ നിങ്ങളോട് ചലിച്ചാൽ മതിയോ? ഞാനൊന്നും മിണ്ടിയില്ലല്ലോ നിങ്ങളടുത്ത് ഒന്നും മിണ്ടിയില്ലല്ലോ. എന്താ അല്ലേ, ജനങ്ങൾക്കിടയിൽ ഈ പണിമുടക്കുകാർക്കും ഇടതുപക്ഷത്തിനും അല്ലെങ്കിൽ അവർക്ക് കൂട്ടു നിൽക്കുന്നവർക്കൊക്കെ മലര് വിലയായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് എന്തായിരുന്നു ഇവന്മാർ ഈ പണിമുടക്കെന്നും ഈ ദേശീയ പണിമുടക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ. ഇന്നിപ്പോൾ ഇത്ര മാധ്യമങ്ങളുണ്ട്, പോരെങ്കിൽ സോഷ്യൽ മീഡിയയൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ മറ്റ് നിവൃത്തിയില്ലാതെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ പ്രതികരിച്ച ഇയാൾക്ക് നേരെ അവർ കായികമായിട്ട് കയ്യേറ്റം ചെയ്യേണ്ടതാണ്. പക്ഷേ അതിന് പറ്റാത്തൊരു സാഹചര്യം പിന്നെ 2-3 മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. അതൊക്കെ കൊണ്ടായിരിക്കും ഒരുപക്ഷെ സംയമനം പാലിക്കുന്നത്. പക്ഷേ എല്ലാ തവണത്തെയും പോലെ ദേശീയ പണിമുടക്ക് എന്ന ഈ പ്രഹസനം ഇത്തവണയും വട്ടത്തിലും നീളത്തിലുമൊക്കെ 3G ആയിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പണിമുടക്കുണ്ട്, കേരളത്തിൽ മാത്രം നടന്ന ഈ പണിമുടക്കുണ്ട്, ആരായിരിക്കും ഇവിടെ രാഷ്ട്രീയമായിട്ട് നേട്ടം കൊയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇനി കാണുന്ന ഈ കൂട്ടരായിരിക്കും. ഇത് സേവാഭാരതിയുടെ ആംബുലൻസുകളാണ്. അവർക്ക് ഒരുപാട് ആംബുലൻസ് സർവീസുകളുണ്ട്. ഫ്രീ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരിക്കലൊരു സിനിമയുടെ ഒരു രംഗത്ത് സേവാഭാരതിയുടെ ആംബുലൻസ് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ 2-3 ദിവസം ആ വിഷയം തന്നെ എടുത്തിട്ട് ചർച്ചയായിരുന്നു, അന്ത്യചർച്ചയായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം. അതേ സേവാഭാരതിയുടെ ആംബുലൻസ് ഇന്നിപ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി മാറിയിരിക്കുന്ന കാഴ്ച കൂടെ കാണുക. ആംബുലൻസ് ആയതിനാൽ ഏത് പണിമുടക്കിനും അവർക്ക് ഓടാൻ സാധിക്കും. ആ ഒരു സൗകര്യം ഉപയോഗിച്ച് തന്നെ ഈ പണിമുടക്കിൽ വലഞ്ഞ നാട്ടുകാർക്ക്, അതായത് അതിൽ വിവിധ മതസ്ഥർ കാണും, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ കാണും. പക്ഷേ അവർക്കൊക്കെ സഹായമാവാൻ ഓടിയെത്തിയത് സേവാഭാരതിയുടെ ആംബുലൻസുകളാണ്. സേവാഭാരതി എന്ന് വെച്ചാൽ സംഘപരിവാറിൻ്റെ ഒരു സംഘടന തന്നെയാണ്. ചുരുക്കത്തിൽ ഈ പണിമുടക്ക് കൊണ്ടും ഈ സമര കോലാഹലങ്ങളും കോപ്രായം കൊണ്ടും ഇവിടെയും രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നത് BJPയും സംഘപരിവാറും തന്നെയാണ്. സംശയമുണ്ട്.